പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഞാനൊരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് വ്യക്തിപരമായ ദൈവത്തോട് ബന്ധം സാധ്യമോ എന്നുള്ളതാണ്. ബൈബിള് ഉടനീളം പറയുന്നത് വ്യക്തിപരമായ ദൈവത്തോടുള്ള ബന്ധം സാധിക്കും എന്ന് തന്നെയാണ്. ദാനിയേൽ ദൈവത്തോടൊപ്പം നടന്നു, ഏലിയ ദൈവത്തോടൊപ്പം നടന്നു. ഇവരൊക്കെ ദൈവമായിട്ട് നല്ല വ്യക്തിബന്ധം ഉള്ളവരായിരുന്നു. അതുപോലെ പത്രോസ്ലിയും പൗലോസ്ലിയും ഒക്കെ ദൈവവുമായി വളരെയധികം വ്യക്തിബന്ധമുള്ളവരായിരുന്നു. ചിലർക്കൊരു സംശയമുണ്ട്, കുടുംബജീവിതം നയിക്കുന്നവർക്ക് ദൈവവുമായി വ്യക്തിപരമായ ബന്ധം വരുമോ എന്ന്. കുടുംബജീവിതം നയിക്കുന്നവർക്കും വ്യക്തിപരമായ ബന്ധം ദൈവമായിട്ട് വരും എന്ന് ഉറപ്പാണ്. അബ്രാഹം ഒരു കുടുംബജീവിതം നയിച്ച ആളായിരുന്നു. അബ്രാഹത്തിന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. ദൈവം വളരെ വ്യക്തിപരമായി അബ്രാഹത്തോട് ഇടപെട്ടിരുന്നു. അതുപോലെ തന്നെ ഹേനോക്ക് 300 വർഷം ദൈവത്തോടൊപ്പം നടന്നു എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഹേനോക്ക് ഒരു കുടുംബജീവൻ നയിച്ച ആളായിരുന്നു. ബ്രഹ്മചര്യത്തിന് അതിൽ തന്നെ ഒരു വിശുദ്ധിയും ശക്തിയും ഉണ്ട് എന്ന് ഉറപ്പാണ്. എന്നാലും കുടുംബജീവിതം ദൈവമായുള്ള വ്യക്തിബന്ധം സ്ഥാപിക്കാൻ തടസ്സമൊന്നുമല്ല. അതുപോലെ തന്നെ ദൈവം ആദത്തിന്റെ കൂടെ നടന്നതായി ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു. പിന്നെ ഒരു സമയത്ത് മാത്രം ആദത്തിന് ദൈവമായുള്ള വ്യക്തിബന്ധം നഷ്ടപ്പെട്ടു പോയത് എപ്പോഴാന്ന് വെച്ചാൽ, ആദം പാപം ചെയ്തപ്പോൾ ദൈവമായുള്ള വ്യക്തിപരമായ ബന്ധം ആദത്തിന് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആദം പാപം ചെയ്തപ്പോൾ ജനിക്കാനിരുന്ന മുഴുവൻ മനുഷ്യന്റെയും പ്രതീകമായിരുന്നു ആദം. അതുകൊണ്ട് ആദം പാപം ചെയ്തപ്പോൾ മനുഷ്യര് മുഴുവൻ പാപം ചെയ്തതായിട്ട് വന്നു. ജനിക്കാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരും പാപത്തിൽ വീണു. അങ്ങനെ വന്നപ്പോൾ ദൈവവുമായുള്ള വ്യക്തിബന്ധം മനുഷ്യർക്ക് നഷ്ടപ്പെട്ടു പോയി. അതിന് നമ്മുടെ കർത്താവ് മനുഷ്യരൂപമെടുത്ത് ഭൂമിയിൽ വരികയും ഇവിടെ ഒരു പാപം പോലും ചെയ്യാതെ 100% വിശുദ്ധ ജീവിതം കർത്താവ് നയിക്കുകയും കുരിശില് തൂങ്ങി മരിക്കുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തപ്പോൾ ദൈവവുമായി വ്യക്തിപരമായി നഷ്ടപ്പെട്ടു പോയ മനുഷ്യന്റെ ബന്ധം പുനഃസ്ഥാപിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് പാപം ചെയ്തു കഴിഞ്ഞാൽ ദൈവമായ വ്യക്തിപരമായ ബന്ധം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ദൈവവുമായി വ്യക്തിപരമായ ബന്ധം തന്നെ എന്ന ബൈബിൾ അടിസ്ഥാനത്തിൽ നോക്കാം. ദൈവവുമായി വ്യക്തിപരമായ ബന്ധം വരാൻ ബൈബിൾ പറയുന്ന പ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. വേറെ എന്തെല്ലാം വിശുദ്ധ ജീവിതം ഉണ്ടായാലും പ്രാർത്ഥനയില്ലെങ്കിൽ ഒരു കാരണവശാലും ദൈവവുമായി വ്യക്തിപരമായ ഒരു ബന്ധം വരികയില്ല. നമ്മുടെ യേശു കർത്താവിനെ തന്നെ നമുക്ക് ഉദാഹരണം എടുക്കാം. നമ്മുടെ യേശു കർത്താവിനെ കുറിച്ച് ബൈബിൾ പറയുന്നത്, അവൻ അതിരാവിലെ ഉണർന്ന് ഒരു വിജന പ്രദേശത്തേക്ക് പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്നാണ്. യേശു കർത്താവിന്റെ ജീവിതം നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്കൊരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. യേശു കർത്താവ് ജീവിതത്തിൽ ഭൂരിഭാഗവും പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് മനസ്സിലാവും. അങ്ങനെ യേശു കർത്താവ് ഭൂരിഭാഗം പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവുമായി നല്ല ബന്ധം യേശുവിന് നിലനിർത്താൻ പറ്റിയത്. ചിലർ പറയാറുണ്ട്, യേശു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമല്ലേ, പിന്നെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അതിലൊരു വ്യക്തത എന്താണെന്ന് വെച്ചാല്, പൂർണ്ണ ദൈവം എന്ന നിലയിൽ യേശു കർത്താവിന് പ്രാർത്ഥിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. പക്ഷെ പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ യേശു കർത്താവിന് പ്രാർത്ഥിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ബൈബിളിൽ നിന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് യേശു കർത്താവ് ഇത്രയും പ്രാർത്ഥിച്ചെങ്കിൽ നമ്മളൊക്കെ എന്തോരം പ്രാർത്ഥിക്കണം എന്ന് ചിന്തിച്ചു നോക്കുക. പ്രാർത്ഥന നമ്മൾ ആദ്യം നടത്തുമ്പോൾ നമുക്കതൊരു ബോറടിയായിട്ട് അനുഭവപ്പെടാം. പക്ഷെ സ്ഥിരമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിയുമ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അങ്ങനെയുള്ള ഘട്ടം വരുമ്പോഴത്തേനും നമുക്ക് ദൈവസ്വരം കേൾക്കാൻ നമുക്ക് പറ്റും. ദൈവവുമായി നല്ല വ്യക്തിപരമായ ബന്ധത്തിൽ നമ്മളാവും. ദൈവവുമായി വ്യക്തിപരമായ ബന്ധമുണ്ടെങ്കിൽ ജീവിതം നല്ല സന്തോഷവും സമാധാനത്തോടും കൂടെ നമുക്ക് ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് ദൈവവുമായി വ്യക്തിപരമായ ബന്ധം നിലനിൽക്കണമെങ്കിലും അത് ആരംഭിക്കണമെങ്കിലും നമുക്ക് പ്രാർത്ഥന അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ സമയം ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മൾ ദൈവത്തോട് തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഒരു സഹായകനാണ് എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ വന്ന ഒരു വ്യക്തിപരമായ ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നടക്കും. ഒത്തിരി വലിയ ദൈവദാസന്മാരുടെ എല്ലാം കൂടെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി നടക്കുന്നതായിട്ട് നമുക്ക് അവരുടെ ജീവചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാവും.
അതുകൊണ്ട് പരിശുദ്ധാത്മാവുമായുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥനയിൽ ശക്തിപ്പെടണം. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം. ദൈവമായ വ്യക്തിപരമായ ബന്ധം സാധിക്കും എന്ന് തന്നെയാണ് ബൈബിൾ പറയുന്നത്. ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.